ഹലോ, പിന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ലൈന് വരച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല തിന്നായിട്ടുള്ള ഒരു ലൈനാണ് വരച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ളൊരു കർവ് പോലത്തെ ഒരു സംഭവം വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ഇതുപോലുള്ള പെറ്റൽസുകളാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നത് ഒരു ലോട്ടസ് ആണ് കേട്ടോ. നമ്മൾ എന്നും വരക്കുന്ന രീതിയിലുള്ള ലോട്ടസ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോട്ടസ് ആണേ. ആ ലൈനിൻ്റെ അടിയിലും മുകളിലും ഒരേ രീതിയിലുള്ള പെറ്റൽസുകൾ തന്നെയാണ് കേട്ടോ വരക്കുന്നത്. എന്നിട്ട് മുകളിലുള്ള ആ ഒരു പെറ്റലിൻ്റെ അടുത്ത് നിന്നും അടുത്ത പെറ്റലിൻ്റെ അടുത്തേക്ക് ഒരു ലൈന് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈന് കൂടെ വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഓരോ റൗണ്ട് വരച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ തിന്നായിട്ടാണ് വരക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു തണ്ട് പോലെ 2 ലൈന് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ആക്കി അടുത്ത ഫ്ലവർ വരയ്ക്കാൻ പോവുകയാണ്. സെയിം ആയിട്ട് ഇതുപോലെ തന്നെയാണ് വീണ്ടും വരച്ചിട്ട് കൊടുക്കുന്നത്. ഈ ലോട്ടസ് തന്നെയാണ് കേട്ടോ ഇതിലെ മെയിൻ ആയിട്ട് വരുന്നത്. സ്റ്റാർട്ടപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ? എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ മെഹന്തി വരക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് വരക്കുന്ന ആ ഒരു ഡിസൈനാണ് കേട്ടോ സ്റ്റാർട്ടപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും അടിയിൽ വരുന്ന ആ ഒരു പോർഷനാണ്. പിന്നെ ഓരോരുത്തരുടെയും കൈയിനനുസരിച്ചിട്ടായിരിക്കട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ വലിപ്പവും രീതിയും എല്ലാം മാറുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 ഒക്കെ ഫ്ലവറാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെയും അതേ സെയിം രീതിയിലുള്ള ഒരു ലോട്ടസ് ഡിസൈൻ തന്നെയാണ് കേട്ടോ വരക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ചെറിയ ചെറിയ ലീവ്സ്, സ്വേൾസ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പേസിൽ വരുന്ന ഭാഗത്ത് ചെറിയ റൗണ്ട് വരച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇതിൽ സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം സർക്കിൾ വരച്ചിട്ട് ചെറിയ ചെറിയ സർക്കിൾ വരച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലൈനൊക്കെ ഒന്ന് തിക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രഷർ കൂട്ടിയിട്ട് ഔട്ടർ ലൈന് വരച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ മുന്നേ ഒരു സിമ്പിൾ ഒരു ബാക്ക് ഹാൻഡ് ഡിസൈന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾക്ക് ബ്രൈഡൽ ഡിസൈൻ വേണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ സ്റ്റാർട്ടപ്പ് ഡിസൈൻ, എന്ത് തരത്തിലുള്ള ഡിസൈൻസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ബേസിക് ഹെന്ന എലമെൻസിൻ്റെ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻസ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ മെഹന്തിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് നെഗറ്റീവ് ഫില്ലിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം വരച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിനൊന്നും അല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഡാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ഡാർക്കൻ ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് വൈൻസാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൈൻസും ടിയർ ഡ്രോപ്സും തമ്മിൽ നമുക്ക് പെട്ടെന്ന് മാറിപ്പോട്ടോ. ഇങ്ങനെ വരക്കുന്നതിനാണ് വൈൻസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ചെറിയ ലൈന് വരച്ചിട്ട് എന്നിട്ട് പ്രഷർ കൂട്ടി കൊടുക്കുന്നതിനാണ് വൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിത് ഇതേപോലെ ഒരു ലൈന് വരച്ചിട്ട് കുറച്ച് ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഡിസൈൻ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ.